ഹായ്, എൻ്റെ പേര് പ്രവീൺ കെ ആർ. ഇത് ഭാര്യ ജൈത്ര, മകൾ വിഹ. ഞങ്ങള് എബ്രോഡ് റെസിഡന്റ് ആണ്, കുവൈറ്റിലാണ്. ഇന്ന് നാട്ടില് തിരുവല്ല തിരുമൂലപുരമാണ് ഞങ്ങളുടെ സ്വദേശം. എല്ലാരെയും പോലെ തന്നെ നമ്മളുടെ ഒരു ഡ്രീം ആയിരുന്നു വീട്. അപ്പം അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ട്രിവാൻഡ്രത്തുള്ള ഒരു ടീമുമായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തിരുന്നു. വീടിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ഈ ഒരു പ്ലോട്ടിനനുസരിച്ചിട്ടുള്ള ഒരു വീട് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇമ്പോർട്ടന്റ്. വെച്ചാൽ നമ്മളുടെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മൊത്തം 17 സെന്റാണ്. അത് റെക്ടാംഗിൾ ഷേപ്പിലാണ് കിടക്കുന്നത്. അപ്പം അതിനകത്തൊരു വീട് പണിയുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് നമുക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആ വീടിന്റെ ഡിസൈൻ എങ്ങനെ വരും, അത് ഏത് രീതിയിൽ വരും എന്നൊക്കെയുള്ള ഒരു ചോദ്യം കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് സെബിയെ കോണ്ടാക്ട് ചെയ്യുകയും സെബിയോട് നമ്മുടെ ആവശ്യം അനുസരിച്ചുകൊണ്ടുള്ള ഡിസൈൻസ് എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് കൊളോണിയൽ ടൈപ്പ് ആയിരുന്നു. ആ കൊളോണിയൽ ടൈപ്പ് ഒരു വീടിനെ പറ്റിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ രീതിയിൽ സെബിയും ടീമും വർക്കൗട്ട് ചെയ്ത് നല്ലൊരു വീടിന്റെ ഡിസൈനൊക്കെ നമുക്ക് ചെയ്തു തന്നിരുന്നു. അതായിരുന്നു നമ്മളുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. അത് ജസ്റ്റ് ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്നൊരു പരിപാടി നമുക്ക് മനസ്സിലില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വർക്കൗട്ട് ചെയ്യുക, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തോന്നല് പെട്ടെന്നുണ്ടാകുകയും സെബിയുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് അതിനൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടായിരുന്നു വീടിന്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തിരുന്നത്. ആ രീതിയിൽ സെബി നമുക്ക് അതിനുള്ള ഗൈഡൻസ് തരികയും അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറച്ച് റെഡിയാക്കി തരാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുകയുമായിരുന്നു ചെയ്തിരുന്നത്. വീടിന്ന് ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വന്നപ്പോ തൊട്ടേ ഒരു സിംഗിൾ സ്റ്റോറി ഹോമാണ് ഞങ്ങള് മനസ്സിൽ കണ്ടിരുന്നത്. ഒരു ഡബിൾ സ്റ്റോറിയിലോട്ട് പോകുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ സിംഗിൾ സ്റ്റോറിയിൽ തന്നെ ഒരു 3 ബെഡ്റൂം, പിന്നെ ഒരു ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഒരു വീടായിരിക്കണം. പിന്നെ ഒരു ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും വേണമെന്ന് ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടി. അങ്ങനെ തീരുമാനിക്കാൻ കാരണം വെച്ചാൽ നമുക്ക് ഫാമിലി ഗ്യാതറിങ്ങിന് വേണ്ടി ഒരു പ്രൈവറ്റ് ആയിട്ട് പ്രൈവസി വേണമെന്ന് വിചാരിച്ചു തന്നെ അങ്ങനെ 2 ലിവിങ് കൊടുത്തത്. ഇവിടെ 2 ലിവിങ് ഉണ്ട്. പിന്നെ ഉള്ളത് കിച്ചണും ഒരു കംപ്ലീറ്റ് യൂറോപ്യൻ ടച്ച് കൊടുക്കുന്ന ഒരു ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും നല്ല രീതിയിൽ തന്നെ ചെയ്ത് കിട്ടി. നമ്മുടെ കോർട്ട്യാർഡ്, ഇന്റേണൽ കോർട്ട്യാർഡ് ഉണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായിട്ട് അതിന്റെ ലാൻഡ്സ്കേപ്പിന്റെ ആൾക്കാരാണെങ്കിലും കൺസ്ട്രക്ഷന്റെ സൈറ്റിൽ നിന്നാണെങ്കിലും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ നമുക്കത് ചെയ്ത് കിട്ടി. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഫോർമൽ ലിവിങ്ങിന്റെ ഡബിൾ ഹൈറ്റ് ഏരിയയാണ്. കഴിച്ചാല് അത് സെബിയുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു. വെളിച്ചം നല്ല രീതിയിൽ വെളിച്ചം കിട്ടും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ പ്ലാനിലേക്ക് വന്നത്. പിന്നെ വീടിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഒരു വെറൈറ്റി നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്തെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ലെങ്തി ആയിട്ടുള്ളൊരു പ്ലോട്ടായിരുന്നു. സോ വീടിന്റെ ഡിസൈനും അതുപോലെ തന്നെ ഒരു മെയിൻ പാസേജിന്റെ 2 സൈഡിലായിട്ടുമാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. പാസേജിനെ 2 സൈഡിലായിട്ടാണ് വന്നേക്കുന്നത്. അതും അതിൻ്റെ ഒരു ഡിസൈനിന്റെ ഭാഗമാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട് സൈഡിൽ കയറി വരുമ്പോൾ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. അത് ആദ്യം പണി നടക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ എന്തിനാണ് ഇങ്ങനെ പണിയുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു.
പക്ഷെ ആക്ച്വലി അതൊരു ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഓർണമെന്റൽ വർക്കായിരുന്നു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചു നാളും കൂടെ കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ ഭംഗി എടുത്തറിയാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു കൊച്ചു ട്രീ, ഒരു ചെമ്പകമാണ് ഇപ്പൊ അവിടെ വെച്ചേക്കുന്നത്. അപ്പൊ അത് വളർന്നു വരുമ്പോഴത്തേക്കും അത് വളരെ മനോഹരമായിട്ട് വരുന്നൊരു കോൺസെപ്റ്റ് ആണ് ഉള്ളത്. പിന്നെ വീടിന്റെ ലാൻഡ്സ്കേപ്പിന്റെ ഭാഗവും വീടിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന രീതിയിലാണ് സെബിയും ടീമും അത് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അത് അവർ തന്നെയാണ് അത് ഡിസൈൻ ചെയ്ത് തന്നേക്കുന്നത്. ലാൻഡ്സ്കേപ്പ് എങ്ങനെ വേണം, വീടിനോട് ചേരുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പാണ് അതിന് ചെയ്ത് തന്നേക്കുന്നത്. നമ്മൾ വീടിന്റെ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് വരുമ്പോൾ, കൺസ്ട്രക്ഷൻ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ എബ്രോഡ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യും. പലപ്പോഴും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ സൈറ്റുകളിൽ നിന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്ന് തന്നെ നമ്മൾ പല പല കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പറ്റിക്കപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് നടക്കാതെ പോകുന്നതും ഓൺ ടൈമിലൊന്നും തീരാത്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വീട് പണി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയൊരു റിസ്ക് എലമെന്റ്സ് ആണ്. എന്നുവെച്ചാൽ ഒന്ന് അതിന്റെ സൂപ്പർവൈസിങ്ങിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ എങ്ങനെ അറിയും, അതിന്റെ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവിടാണ് നമ്മുടെ സെപ്കോയുടെ ഒരു സ്ട്രോങ് എലമെന്റ്സ് കയറി വരുന്നത്. വെച്ചാൽ അവർക്ക് അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ സൂം കോളിങ്, അതായത് വീക്ക്ലി അല്ലെങ്കിൽ 2 weeks വെച്ച് സൂം കോളിങ് അറേഞ്ച് ചെയ്ത് ക്ലയൻസിനെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലയൻസിന്റെ എന്തെങ്കിലും പുതിയ റിക്വയർമെന്റ്സോ എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യാനുണ്ടെങ്കിലോ നമുക്ക് ആ സമയത്ത് തന്നെ അവരോട് തുറന്ന് സംസാരിക്കാം. എന്തെങ്കിലും മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഡെയിലി വർക്ക് അപ്ഡേറ്റ്സ് വരും. അത് ഇപ്പൊ ഓരോ ദിവസവും അവരുടെ പ്ലാനിങ് അനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, എന്തുമാത്രം അവർ കംപ്ലീറ്റ് ആയി എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എവറി മോർണിംഗിലും ഈവനിങ്ങിലും അവര് ഗ്രൂപ്പിനകത്ത് നമുക്ക് അപ്ഡേറ്റ്സ് തരും. നമുക്ക് ഗ്രൂപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. അതിനകത്ത് കമ്പനിയുടെ CEO, സെബി തൊട്ടുള്ള അവരുടെ സൈറ്റ് സൂപ്പർവൈസേഴ്സ് വരെയുള്ള എല്ലാ ആൾക്കാരും അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം എന്തെങ്കിലും ഒരു പ്രൊക്യൂർമെന്റിനകത്താണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് അപ്പൊ തന്നെ നമുക്ക് വരും. അപ്പം അവിടെ ഒരു നല്ലൊരു സ്ട്രോങ് ലീഡർഷിപ്പും അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റ് വേയും നമുക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് വീടിന്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ടൈലിന്റെ സെലക്ഷൻ ആയിട്ടും സാനിറ്ററീസിന്റെ സെലക്ഷൻ ആയിട്ടും വേണ്ടി ഞങ്ങൾ ഇടയ്ക്ക് വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു നാട്ടില്. വന്ന സമയത്താണ് നമ്മൾ വീടിന്റെ കൺസ്ട്രക്ഷൻസ് കാണുന്നത് ആദ്യം. സോ അത് ഭയങ്കര സന്തോഷമായ ഒരു മൊമെന്റ് ആയിരുന്നു. വന്ന് കയറി ആദ്യമായിട്ട് വീട് നമ്മൾ കല്ലിട്ടിട്ട് പോയി പിന്നെ കാണുന്ന ഒരു വീടിന്റെ സ്ട്രക്ചറാണ്. അപ്പൊ അത് കാണുമ്പോൾ ഒരു വളരെ സന്തോഷമായിരുന്നു. ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തു, വീടിന്റെ കയറി താമസം ഫൈനലൈസ് ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായ ഒരു സെറ്റപ്പിലാണ് നമുക്ക് വീട് കാണാൻ പറ്റിയത്. എന്നുവെച്ചാൽ അതെനിക്ക് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും പോലെ, സാധാരണ ഏതൊരു മനുഷ്യനെയും പോലെ ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. അപ്പൊ നമ്മള് കാത്തിരുന്ന് ഒരുപാട് മോഹിച്ച് ഉണ്ടാക്കിയെടുത്ത ആ വീട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു രീതിയിൽ കാണുമ്പോഴും കിട്ടുമ്പോഴും മറ്റുള്ള ആൾക്കാർ വന്ന് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സ്വകാര്യ എന്താ പറയാ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഞാൻ ടീം സെപ്കോയെ ഞാൻ കൺഗ്രാജുലേഷൻസ് ആൻഡ് അവരുടെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഞങ്ങള് വീട് പ്ലാൻ ചെയ്ത സമയത്തൊക്കെ ഒരു ഇന്റേണൽ പാഷ്യോ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അതിലൊരു ലാൻഡ്സ്കേപ്പിംഗ് കൂടെ വന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബേ വിൻഡോ
അതും ഞങ്ങളൊരു പേഴ്സണൽ പ്ലാനിങ് ആയിരുന്നു. അതും എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരം ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇവൻ മഴ പെയ്യുന്ന സമയത്താണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്, ഫാമിലി ലിവിങ്. ഈ വീട്ടില് നമുക്ക് കുറച്ച് കൂടുതൽ പ്രൈവസി കിട്ടുന്ന, എന്നാൽ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ്. വേറൊരു ഫോർമൽ ലിവിങ് വേറെ ഉണ്ട്, എന്നാലും ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പേസ്. ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഒരു ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ്. ഞങ്ങൾ പ്ലാനിങ്ങും അങ്ങനെ തന്നെയായിരുന്നു, ഒരു കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ. ശരിക്കും എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ. എന്റെ സങ്കല്പത്തിന്റെ അതേ രീതി തന്നെ അവര് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡേ ആയിരുന്നു. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഭയങ്കര മഴ സമയമാണ്, രണ്ട് കുഞ്ഞിന്റെ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു. വെച്ചാൽ നീട്ടി വെക്കാനോ വേറൊരു ടൈം സെലക്ട് ചെയ്യാനോ ഒരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ സെപ്കോയെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്ത് തരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഓൺ ടൈം തന്നെ നമുക്ക് പരിപാടി നടത്താവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കി തരികയും പിന്നീട് നമ്മൾ ആ പ്രോഗ്രാമിന് ശേഷം അവരുടെ ടീം വന്നേച്ച് സ്നാക്ക് ലിസ്റ്റ് പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് അവരതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റെഡിയാക്കി. ഞങ്ങളിപ്പം വെക്കേഷൻ കഴിഞ്ഞ് പോകാറായി. സോ ആ ടൈം ഫ്രെയിം കൊണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് തീർത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രോഗ്രാം അതിമനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു. അതിനാണെങ്കിലും ഈ പറഞ്ഞ ടീം സെപ്കോയ്ക്ക് നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത് വെച്ചാൽ, അവര് രാത്രിയും പകലും നിർത്താതെ അവരുടെ സ്റ്റാഫിനെ നിർത്തിക്കൊണ്ട് തന്നെ, വീട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ അവര് എല്ലാ കാര്യങ്ങളും ഓൺ ടൈമിൽ ചെയ്ത് തീർത്തു തന്നിരുന്നു. അത് വലിയൊരു സപ്പോർട്ടായിരുന്നു, നമ്മളെ സംബന്ധിച്ച് വലിയൊരു സപ്പോർട്ടായിരുന്നു. ഓവറോൾ പറയുമ്പോൾ വീടിന്റെ കൺസ്ട്രക്ഷൻ ഫ്രം ദ പ്ലാനിങ് ഓൺവേർഡ്സ് ടിൽ ദ എൻഡ്, വീടിന്റെ ഹൗസ് വാമിംഗ് വരെ പേഴ്സണലി നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടായിരുന്നു നമ്മുടെ ഒരു അത്രയും നാളത്തെ ഒരു പാറ്റേൺ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഹൈലി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറയാവുന്ന ഒരു ടീമാണ് സെപ്കോ. സോ വി ആർ സോ ഹാപ്പി വിത്ത് അവർ ഡ്രീം ഹോം, ഗിന്നത്ത്. താങ്ക് യു സെപ്കോ. താങ്ക് യു. Thank you.